ചെറുപ്പക്കാരനായ കുട്ടി പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. കഅബാലയത്തിന്റെ അടുത്ത് നിൽക്കുക മാത്രമല്ല, ബദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം സുഹബത്തിന്റെ പവർ കൊണ്ട് കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് ആ 13-കാരനായ അബ്ദുള്ള എന്ന കുട്ടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പവർ കൊടുക്കുകയാണ്. സുഹബത്തിലൂടെ കിട്ടിയ പവറാണ്. അതല്ലേ നമ്മുടെ ഇമാമിങ്ങൾ മുഴുവനും പറയുന്നത്, സ്വഹാബിമാരെ നമ്മൾ ഫോളോ ചെയ്യണം. കാരണം സ്വഹാബിമാരുടെ ഇൽമു എന്ന് പറയുന്നത് അക്കാദമിക് തലത്തിലുള്ള ഇൽമു മാത്രമല്ല, പാഠപുസ്തകത്തിലുള്ള ഇൽമു മാത്രമല്ല. ആ സ്വഹാബികൾ വല്ല കാര്യങ്ങളും ചെയ്താൽ അവര് ആ സ്വഹാബികൾ സംഘടിതമായി ഉമ്മത്തിന് പകർന്നു നൽകിയ ഒരാശയം നമുക്ക് ചോദ്യം ചെയ്യാൻ വകുപ്പില്ല. രണ്ടു വാങ്ക് നടപ്പിലാക്കിയെങ്കിൽ അതിന്റെ പ്രമാണം തെരഞ്ഞുപോയി ഉസ്മാൻ തങ്ങൾ പുത്തൻവാദം ചെയ്തു എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 ജമാഅത്തായി മുത്തുനബി ചെയ്യാത്ത വിധം റമദാനിൽ പൂർണ്ണമായി സംഘടിപ്പിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ചു പോകേണ്ടതില്ല. കാരണം സ്വഹാബിമാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഇൽമുണ്ട്. അത് സ്വഹബത്തിന്റെ പവറിൽ കിട്ടുന്ന ഇൽമാണ്. ബദറിൽ നടക്കുന്ന യുദ്ധം കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് ഭൗതികമായ സംവിധാനങ്ങളില്ലാതെ ലൈവായി അബ്ദുല്ലാഹി തങ്ങൾ കാണുന്നുണ്ട്. ആ ബദറിൽ മലക്കുകൾ ഇറങ്ങുന്നത് കാണുന്നുണ്ട്. ആ ബദറിൽ മലക്കുകൾ വന്ന് അതാ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രംഗം കണ്ടുകൊണ്ട് ആവേശത്തോടെ അബ്ദുല്ലാഹി തങ്ങൾ കഅബാലയത്തിന്റെ അടുത്തിരിക്കുമ്പോൾ യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞു മാറിയ ഒരാളായിരുന്നു അബൂലഹബ്. അബൂലഹബിന് അറിയാം യുദ്ധത്തിന് പോയ തടി കേടുവരും. അപ്പൊ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടണം എന്നുള്ള നിലക്ക് അബൂലഹബിന് അന്ന് പണം കടം കൊടുക്കാനുള്ള ഒരാളുണ്ട്. അയാളോട് പറഞ്ഞു, എനിക്ക് പകരം നീ പോയിക്കോ ബദറിൽ, എനിക്ക് നീ തരാനുള്ള കാശ് ഞാൻ നിനക്ക് വിട്ടുതരാം, അതിനു പകരമായി നീ എന്റെ പകരക്കാരനായി ബദറിലേക്ക് പോകണം എന്ന് ഏൽപ്പിച്ച് അബൂലഹബ് സമർത്ഥമായി തടികേടരാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അങ്ങനെ അബൂലഹബ് മക്കത്താണ്, അബൂജഹൽ അടക്കമുള്ളവർ ബദറിലാണ്. അബൂലഹബിനൊരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ അബൂലഹബ് ഇങ്ങനെ അസ്വസ്ഥനായി കഅബാലയത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ കഅബാലയത്തിന്റെ അടുത്ത് സംസം കിണറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് അബ്ദുല്ലാഹ് തങ്ങൾ ഇങ്ങനെ സന്തോഷവാനായിരിക്കുകയാണ്. തടിമാടനായ ആജാനുബാഹുവായ അബൂലഹബ് ആ ചെറിയ കുട്ടിന്റെ ശരീരത്തിൽ ചെന്നിട്ട് ചാരിയിരിക്കണം. മിണ്ടാൻ പറ്റൂല. മിണ്ടിയാൽ അവരൊക്കെ സഹിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അങ്ങനെ സഹിച്ചിരിക്കുമ്പോ അബൂലഹബ് ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുമ്പോണ്ട് ബദർ യുദ്ധത്തിൽ നിന്ന് അബൂ സുഫിയാൻ ഓടി വരികയാണ്. അബൂ സുഫിയാൻ അടക്കമുള്ള പലർക്കും ബദർ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ബദർ യുദ്ധക്കളത്തിൽ ഡയറക്റ്റായി പോരാടുന്ന യുദ്ധഭൂമിയിൽ വെച്ചുകൊണ്ടല്ലാതെ ശത്രുക്കളെ കൈകാര്യം ചെയ്തുകൂടാ എന്ന് മലക്കുകൾക്ക് അല്ലാഹു നിർദ്ദേശം കൊടുത്തതുകൊണ്ട് തടിയും കൊണ്ട് ഓടിയവർക്ക് അല്ലാഹു സൗജന്യമായി ആയുസ് വിട്ടുകൊടുത്തതാണ്. ആ സൗജന്യത്തിൽ ബദറിൽ നിന്ന് ഉടലും തലയുമായി ഓടി വരികയാണ് അബൂ സുഫിയാൻ. നേരെ വരുന്നത് കഅബാലയത്തിന്റെ അരികിലേക്കാണ്. അപ്പൊ അബൂ സുഫിയാൻ ഇങ്ങനെ ഓടി വരുമ്പോ അന്നത്തെ ഓട്ടൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇടയ്ക്ക് തലമങ്ങനെ തപ്പി വെക്കുന്നുണ്ടാവും. കാരണം അത്ര ജ്ഞാനമില്ലാത്ത വരവാണ്. ആ ജാതി പോരാട്ടാണ്. ദുർബലരായ ഒരു ന്യൂനപക്ഷവുമായി ആ സ്വഹാബികൾ അവിടെ പോരാടുന്നത്, നേരിടുന്നത്. അബൂ സുഫിയാൻ വന്നപ്പോൾ അബൂ സുഫിയാനോട് അതാ അബൂലഹബ് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ബദറിലുള്ള അവസ്ഥകൾ, എന്താ ബദർക്ക് പോയിട്ടുണ്ടായത്? അബൂ സുഫിയാൻ പറഞ്ഞു, ഉണ്ടായ വർത്താനൊന്നും പറയണ്ട. പണ്ട് 2 ചങ്ങായിമാർ അങ്ങാടി നിന്ന് തല്ലോടി, ഒരുത്തന് പള്ളർച്ച അടികെട്ടി. തിരിച്ചു വന്നിട്ട് നാട്ടുകാർ ചോദിച്ചു, അല്ല തല്ലെങ്ങനെ ഉണ്ടേനി? അതിന്റെ വർത്താനൊന്നും പറയണ്ട, ഒരടി ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടല്ലേ, ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ അബൂ സുഫിയാൻ പറഞ്ഞു,
ഈ ബദർ യുദ്ധത്തിന്റെ വിവരം അബൂ ലഹബ് അന്വേഷിക്കുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ബദറിലെ വർത്താനം പറയാതിരിക്കും നല്ലത്. ഒരു വെട്ട് ഇങ്ങട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങട്ടന്നെ, ഒരു വെട്ട് ഇങ്ങട്ടാണെങ്കിൽ ഒരു വെട്ട് ഇങ്ങട്ടന്നെ, അങ്ങോട്ട് കൊടുത്തത് പറയാനില്ല. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, വെട്ട് ഇങ്ങനെ വരികയാണ്, എവിടുന്നാണ് വെട്ട് വരുന്നതെന്ന് അറിയുന്നില്ല. അബൂ സുഫിയാൻ ഇങ്ങനെ ബേജാറായി അബൂ ലഹബിനോട് ബദർ യുദ്ധത്തിലെ ഈ രംഗം ഇങ്ങനെ വിശദീകരിക്കുമ്പോ എന്ന് പറയുന്ന 13കാരനെ അറിയാതെ വികാര തള്ളിച്ച വന്നുപോയി. അങ്ങനെ ഉണ്ടല്ലേ നമുക്കൊക്കെ. ഞാനൊക്കെ പറഞ്ഞ ചെറിയ പ്രായത്തിൽ പ്രസംഗിച്ച സ്ട്രോങ്ങിലൊന്നും ഇപ്പൊ പറയില്ലെന്ന് എന്റെ ധാരണ. കാരണം എന്താ, പ്രായത്തിനനുസരിച്ചൊക്കെ വരുന്നൊരു പക്വത ഉണ്ട്. അതേ സമയത്ത് ഒരു ടൈമുണ്ട് അവിടെ നമ്മളൊക്കെ എസ്എസ്എഫിന്റെ പ്രായമാകുമ്പോഴാണ് ഒരു തളപ്പുണ്ടാവും. അത് എസ്വെസ്കരിച്ചുമ്പോ അത്തരം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടി അതുവരെ ഈമാൻ സൂക്ഷിച്ചു പുറത്ത് പറയാതെ ഇസ്ലാമിലേക്ക് വന്നത് അവിടുത്തെ നാട്ടുകാരോടൊന്നും പറയാതെ ഒതുക്കി വെച്ച ചെറുപ്പക്കാരൻ